നിലവിലെ അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ മിസൈൽ ആക്രമണങ്ങളോ അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണങ്ങളോ ഉണ്ടാകുന്നില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ദീർഘദൂര മിസൈലുകൾ അടക്കം പ്രയോഗിക്കുന്ന രീതിയിലേക്ക് പോവുകയും തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ 3 എയർബേസുകൾ തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തുന്നത് അതൊരു പ്രതിരോധം മാത്രമാണ്. പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമതാവളങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. പാകിസ്ഥാന് കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യം കര, നാവിക, വ്യോമസേനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യയുടെ അന്തർവാഹിനി കപ്പലുകളടക്കം പാകിസ്ഥാനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ അറബിക്കടലിൽ നിൽക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഏത് റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളെ പോലും ചെറുക്കുവാൻ തക്ക ശേഷിയുള്ള ഇന്ത്യയുടെ 8 അന്തർവാഹിനി കപ്പലുകൾ അടക്കം ഇപ്പോൾ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും 10:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സേന വ്യക്തമാക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഇന്നലെ നടന്ന ഷെല്ലാക്രമണത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഡ്രോൺ ആക്രമണത്തിലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ കാഷ്വാലിറ്റീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മരിച്ചയാളുടെ വസതിയിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ ജമ്മു കാശ്മീർ മേഖലയിൽ നിന്നും വരുന്നതാണ്. പ്രത്യേകിച്ച് ധാരാളം വ്യാജ വാർത്തകൾ ഈ മേഖലകളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മേഖലകളൊക്കെയും പാകിസ്ഥാൻ കൂടുതൽ ആക്രമണം നടത്തിയതും കൂടുതൽ കാഷ്വാലിറ്റീസും മരണങ്ങളും സംഭവിച്ചു എന്നുള്ള വ്യാജ വാർത്തകൾ പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാജ വാർത്തകളുടെ പിന്നാലെ പോകരുതെന്നും കൃത്യമായി തന്നെ മാധ്യമങ്ങൾ അത് പരിശോധിച്ച ശേഷം മാത്രമേ ഈ വാർത്തകൾ നൽകാവൂ എന്നുള്ള നിർദ്ദേശം അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ സേന സർവ്വസജ്ജമായി നിൽക്കുകയാണ്. കരനാവിക വ്യോമസേനകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നിരീക്ഷണങ്ങൾ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിരിക്കുകയാണ്. S-400 അടക്കമുള്ള നമ്മുടെ കവാ സിസ്റ്റങ്ങൾ അടക്കം അതിർത്തി മേഖലകളെ ലക്ഷ്യമാക്കി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ എല്ലാ മേഖലകളും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള 400-ലധികം ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് ഒരേ സമയം വന്നപ്പോൾ തന്നെ അതിനേക്കും ചെറുക്കാനായത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ പഞ്ചാബിലും അതുപോലെ ഗുജറാത്തിന്റെ ചില മേഖലകളിൽ പോലും വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ ചെറുത്തുന്നത് ഇന്ത്യയുടെ ആന്റി ഡ്രോൺ കവച സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് പ്രതിരോധ സംവിധാനമൊക്കെയുമാണ് ഈ ഡൽഹി കേന്ദ്രമാക്കിയുള്ള മിസൈൽ ആക്രമണമൊക്കെയും ചെറുത്ത്. എന്തായാലും ഡൽഹി കേന്ദ്രമാക്കി പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ഹരിയാനയിലെ സിർസ മേഖലയിൽ ഈ മിസൈലുകൾ ഇന്ത്യ തകർക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകേണ്ടത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ വാർത്താ ഏജൻസികളാണ് ഇത്തരത്തിലുള്ള വാർത്തകളും അതിന്റെ ദൃശ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മിസൈലുകൾ ഏതുതരം മിസൈലുകളാണ്, ദീർഘദൂര മിസൈലുകളാണോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ മേഡാണ് ഈ മിസൈൽ, ഏതു രാജ്യമാണ് നിർമ്മിച്ചത് എന്നുള്ള കാര്യത്തിലടക്കമുള്ള വിശദീകരണങ്ങളും വിശദാംശങ്ങളും നൽകേണ്ടത് എന്തായാലും വ്യോമ നാവിക സേനകളാണ്. എന്തായാലും നാവികസേനയുടെയും വ്യോമസേനയുടെയും കരസേനയുടെയും സംയുക്ത വാർത്താ സമ്മേളനമായിരിക്കും ഉണ്ടാവുക. ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ വ്യോമയാന മന്ത്രാലയങ്ങളുടെയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്താനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും സ്ഥിതിഗതികളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും അടിയന്തരമായിട്ടുള്ള സാഹചര്യമാണ്. പാകിസ്ഥാൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിഴിക്കുകയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും സജ്ജമായി കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഏതൊരു ആക്രമണത്തെയും തകർക്കാൻ അല്ലെങ്കിൽ തകർത്തു തരിപ്പണമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അതിർത്തി മേഖലയിൽ. നിലവിൽ അതിർത്തി മേഖലയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതായത് ഇപ്പോൾ സമാധാനപൂർവ്വമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ചിലയിടങ്ങളിൽ മാത്രമാണ് വെടിവെപ്പ് ഇപ്പോഴും തുടരുന്നത്. രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിലെയോ ഉണ്ടായ തരത്തിലേക്കുള്ള വലിയ രീതിയിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നിലവിൽ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.